ഏറ്റവും കൂടുതൽ ഒരു മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു വർഗീയത. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്തൊരു വിഷയം നമ്മൾ ഒരു ചർച്ചയാക്കി എടുത്തു കഴിഞ്ഞാലും അതിൽ ലാസ്റ്റ് കടന്നു വരിക ഒരു വർഗീയതയാണ്. ഇപ്പൊ നമ്മൾ ഇത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറെ ആളുകൾ വരും, കുറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആളുകൾ വരും. ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് കണ്ണ് കണ്ട വർഗീയത മുഴുവനും ജനങ്ങളിലേക്ക് പടച്ചു വിടുക. ഇത് കാണുന്ന ഒരാൾ, ഈ വർഗീയത ഇല്ലാത്ത ഒരാളുള്ളിൽ വരെ വർഗീയത ജനിപ്പിക്കുന്ന തരത്തിലാണ് പല ആളുകളും എന്ത് ചെയ്യണത്, കമൻറ്റ് ചെയ്യണത്. ഞാൻ ഉപയോഗിക്കുന്ന ബാസിൽ സമാൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഈ അക്കൗണ്ടിൽ നിന്ന് ഇന്ന് വരെ ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ ഒരു വർഗീയപരമായിട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റി ഇന്ന് ഞാൻ പൂട്ടിക്കെട്ടി പോകും. പ്രയാസമല്ല. എൻ്റെ ഈ നിലപാടുകൾ പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് നെഗറ്റീവ് കമൻസ് വന്നാലും ഒരു പ്രയാസമല്ല, മാറും. ഇപ്പോ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞ മക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അവിടെയാണ് നബിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളുമായി പോയ അതേ യാത്രയിൽ തന്നെയാണ് എന്ത് ചെയ്യണത്, ഇസ്ലാം സ്വീകരിച്ചാണ്ട് വിശ്വാസിയായിട്ട് മാറുന്നതും നബിയുടെ അനുയായി മാറണമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ട്. അപ്പം മാറ്റം ആർക്കും എപ്പോഴും വരാം. നമ്മളൊരാളിൽ ഒരു നന്മ ഉണ്ടെങ്കിൽ കാണാം, അല്ലാതെ അയാളെ തിന്മ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അയാളെ ജനങ്ങളുടെ ഇടയിൽ താറടിച്ച് കാണിക്കരുത് എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. ഒരു പ്ലാനും ഇല്ല. ആക്സസറീസ് ഒന്നുമില്ല. ഒരു ഡിജെന്റെ ഒരു മൈക്ക് ഉണ്ട്, ഒരു ട്രൈപോഡ്. മൈക്ക് ഹനാന എന്നോട് വാങ്ങിപ്പിച്ചത്. ഓൻ പറഞ്ഞ് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ പിന്നെ നമ്മളെ ന്യൂജൻ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കാണാം. പ്രത്യേകിച്ച് നമ്മുടെ സ്മാർട്ട് ടി വികളൊക്കെ അതിൽ കണക്ട് ചെയ്ത് കാണുന്ന ആളുകളേക്ക് വരാം. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നല്ലൊരു മൈക്ക് വാങ്ങുമെന്ന് പറഞ്ഞിട്ട്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് അപ്പോൾ ഡിജെന്റെ മൈക്കിന്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഈ ഒരു മാസം മുമ്പാണ് ഞാൻ ഇപ്പോൾ ട്രൈപോഡ് വാങ്ങണം. അപ്പോൾ വീഡിയോ എടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ വൈഫാണ് വീഡിയോ എടുത്തരല്ലേ. അപ്പോൾ സമയത്തോ അതാ പറഞ്ഞത്, കൂട്ടുകാരെങ്കിലും ഒക്കെ എടുത്തരും. അപ്പോൾ വീഡിയോ എടുക്കണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഇങ്ങനെ പിടിച്ചിക്കണ്ടേ ഫോണ് 4 വിരലും വെച്ചിട്ട്. അപ്പോൾ ട്രൈപോഡോ മൈമ വെച്ചോടാ. പിന്നെ ഈ ഒരു പിടുത്തം ഇങ്ങനെ പിടിച്ചത് അവർക്ക് തന്നെ ജസ്റ്റ് 40 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ വ്ളോഗായി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എങ്ങനെ ഫോണിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഡിലീറ്റ്. ഈ വ്ളോഗിന്റെ ഒരു സുഖം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് അതിന്റെ സമയം പിടിക്കും. ഇതിൽ ഞങ്ങള് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ അനാന ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വ്ളോഗ് ചെയ്യണ ആരും ആയിക്കോട്ടെ, കൂടുതൽ അടിച്ചിങ്ങൊന്നും ആളുകൾക്ക് മനസ്സിലാവും. ഞങ്ങൾ അസുർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ അർഷു തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൂടുതൽ എഡിറ്റിങ്ങിനും ഇതിനൊന്നും എന്തില്ല, അതിന് സമയം കളയില്ല. വീഡിയോ എടുക്കും, ജസ്റ്റ് അതിന്റെ തലകളൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കും, അപ്ലോഡ് ചെയ്യും. അല്ലാതെ അത് വ്യൂവേഴ്സ് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്. നമ്മളെ ഒരു പുതിയൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ മൊത്തത്തിൽ നമ്മളെ വീഡിയോസും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ പരിശോധിച്ചാൽ ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു സിനിമാറ്റിക് വീഡിയോ ഉണ്ടാക്കരുത് എന്നല്ല പറഞ്ഞത്, തീർച്ചയായും അത് ഒതൻറ്റിക് ആണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ. പക്ഷെ എന്താ വെച്ചാൽ റോ ടൈപ്പ് വീഡിയോസിന് ഭയങ്കരമായിട്ട് റീച്ചും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് സ്കില്ലില്ല, പിന്നെ ഭയങ്കര ഫാൻസി ഗാഡ്ജറ്റ്സ് ഇല്ല, അതൊന്നും നിങ്ങളെ ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ എന്തുണ്ടെങ്കിൽ എവിടുന്നും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്പേസിലേക്ക് വരാവുന്നതാണ്. അതിനുള്ള എക്സാമ്പിൾ ബാസിലിന്റെ ഞാൻ ഉമ്മാനെ കണ്ടപ്പോ ഉമ്മ പറഞ്ഞതാണ്, എന്താ വെച്ചാൽ ബാസില് ഇതിന് വേണ്ടിട്ട് വ്ളോഗിന് വേണ്ടിട്ട് കുക്ക് ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്നോ വ്ളോഗ് ചെയ്തോട്ടെ നമ്മ തേങ്ങ പൊളിക്കും. തേങ്ങന്റെ ഉമ്മ പറഞ്ഞെന്താ അറിയോ, തേങ്ങ വിളിച്ചപ്പോ എന്തായാലും ചെയ്യല്ലേ, ഒരു 4 കൂടി ചെയ്തിട്ട് പോയിക്കോന്നു. ഇപ്പൊ ഞാൻ കുക്കിങ്ങിന് വേണ്ടി തേങ്ങ വിളിക്കുമ്പോ മുമ്പ് ചെയ്യും, ഒരു 4 തേങ്ങ കൂടി എക്സ്ട്രാ ഉണ്ടെന്നുണ്ട്. ലാഭാണ്. വ്ളോഗിങ് അഭിനയമാണെന്നല്ല, പക്ഷെ ഞാന് കുക്കിംഗ് വ്ളോഗ് എന്താ വെച്ചാല് ഞാൻ എനിക്ക് എടുക്കാനുള്ള സാധനത്തിനുള്ളതല്ലേ. ഇപ്പൊ ഞാൻ പറയാ അല്ലേ, ഇപ്പൊ വ്ളോഗിങ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നില്ല പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് സ്വാഭാവിക മൈൻഡ് ഉണ്ടോ എന്തെങ്കിലും ഒക്കെ ചെയ്യണല്ലോ ഒന്ന് പ്ലാനൊന്നുമില്ല. എന്താ വെച്ചാൽ ഈ മൈക്കും സാധനമൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ കൂടുതലായിട്ട് ഇന്ത്യയിലെ വലിയ ഫ്രണ്ട്സിന്റെ കണ്ടൻസ് ഞങ്ങൾ എങ്ങോട്ടും പോവാം, അന്നൊരു വ്ളോഗ് എടുക്കാം, ഓക്കെ വ്ളോഗ് എടുക്കാം, അങ്ങനെ എടുക്കും, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കും. അത് എല്ലാം ഇപ്പൊ വ്ളോഗിൽ വരില്ല. കട്ട് ചെയ്യണെല്ലാം പറഞ്ഞത് ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ
ഇപ്പോൾ കുറേ ആളുകൾ നമ്മൾ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കണ്ട് മതിമറന്ന് ചിരിക്കണുണ്ട്. ഇപ്പോൾ ഹനാൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ മതിമറന്ന് ചിരിച്ച് അതിലൊരു ഇത് കണ്ടെത്തുന്ന സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോട് പറയാനെന്താ വെച്ചാൽ ഈ ക്യാമറയിൽ കിട്ടുന്നതിനേക്കാളും കോമഡികൾ നമ്മളിത് ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂടിയാൽ കിട്ടലുണ്ട്. അത് ആരും കാണാത്തതാണ്. അത് ഞങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് കിട്ടുന്നതാണ്. അത് ഞങ്ങൾ നേരിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ തീരുമാനിക്കോ? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരുവിധം വ്ളോഗേഴ്സാണ്. നിങ്ങൾ തീരുമാനിക്കുകയാണെ നമ്മൾ വ്ളോഗ് ചെയ്യാതൊരു ടൈം സ്പെൻഡ് ചെയ്യും, അങ്ങനെ ഇഷ്ടംപോലെ സമയമുണ്ട്. എങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഞങ്ങൾ കൂടുമ്പോൾ ഫുൾ ടൈം ഈ വ്ളോഗ് ഒന്നും എടുക്കണില്ല. അത് അതിന്റെ ഒരു കുറഞ്ഞ സമയം മാത്രം എടുക്കണം. എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിനെ പറ്റിയിട്ട് തീരെ നമ്മൾ കാണുമല്ലോ വീഡിയോസ്. ആ മീറ്റിൽ എനിക്ക് കാണാൻ ഭയങ്കര ഒരു നമുക്കൊരു അസ്വസ്ഥത തോന്നല്. ഇവരെല്ലാവരും ഈ ക്യാമറ വെച്ചിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുക. അപ്പോൾ നമുക്കിത് ശീലമല്ല, നമ്മൾ ഈ കണ്ട് ശീലമല്ലോ. ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഏകദേശം ക്ലിയർ ആയി. ഇതെന്താ ഈ ക്യാമറ ഇങ്ങനെ നടക്കുമ്പോൾ ആ സമയത്തേക്ക് പെർഫെക്റ്റ്. അപ്പോൾ ഇതിന്റെ ഒപ്പം ഇപ്പം നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം കായികമില്ലത്തിനെയും അതേപോലെ തന്നെ പരാമർശിച്ച് 1 million ഒരു വിഷൻ എന്താന്നുള്ളത് ഒന്ന് ഉൾപ്പെടുത്തി നന്നാവും. അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ 1 million എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏത് മേഖലയിലാണെങ്കിലും ഇമ്പാക്റ്റ് ഉള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അവിടെയുള്ള ഒരേ പോയിന്റ് ഇത്രയേ ഉള്ളൂ, വിത്തൗട്ട് കോംപ്രമൈസിങ് വാല്യൂസ്. അതാണ് നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്നതിന്റെ ഒരു കാരണവും. ഞാൻ പറഞ്ഞ വെച്ചാൽ അതാണ് നമ്മളൊരു പ്രധാനപ്പെട്ടത്. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു വ്ളോഗറോ ആ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആ ഒരു ഫസ്റ്റ് ലൈൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവവിശ്വാസത്തിൻ്റെ ആ പ്രഖ്യാപനം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു വാല്യൂസ് കീപ്പ് ചെയ്യുന്നു, അത് എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു ഫെയിമിലും അത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു സാധനം കൂടിയാണ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവിടെ നമ്മുടെ പാലാങ്കര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഉണ്ട്. ഈ ചർച്ചിൽ എല്ലാ വർഷവും പള്ളിപ്പെരുന്നാൾ നടക്കും. ഞങ്ങളെല്ലാവരും അവിടെ പോകലുണ്ട്. അതായത് ഈ ചർച്ചിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും പാലാങ്കര ടൗണിലെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലേക്ക് റാലി നടക്കും. ഈ റാലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് നിന്നിട്ടാണ് ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് വെള്ളം അവിടെ കൊടുക്കാറും കാര്യങ്ങളും ഇതൊക്കെ. അതായത് നമ്മളെ വിശ്വാസം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യൂല. മറ്റുള്ളവരുടെ വിശ്വാസത്തിനൊക്കെ മാനിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ നമ്മളെ സഹോദര മതസ്ഥനും ചെയ്തു. ചില്ലറ കാര്യമല്ല, അതൊരു വാല്യൂ ആണ്. ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ ഈ വർഗീയത പറയുന്നവരും അത് അവര് ഏറ്റെടുക്കുന്ന ഒരു പരിപാടി. അതായത് എന്നെ ഏറ്റവും കൂടുതൽ ഒരു മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു വർഗീയത. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊരു വിഷയം നമ്മൾ ഒരു ചർച്ചയാക്കി എടുത്തു കഴിഞ്ഞാലും അതിൽ ലാസ്റ്റ് കടന്നു വരിക ഒരു വർഗീയതയാണ്. ഇപ്പൊ നമ്മൾ ഇത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറെ ആളുകൾ വരും, കുറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആളുകൾ വരും. ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് കണ്ണ് കണ്ട വർഗീയത മുഴുവനും ജനങ്ങളിലേക്ക് പടച്ചു വിടുക. ഇത് കാണുന്ന ഒരാൾ, ഈ വർഗീയത ഇല്ലാത്ത ഒരാളുള്ളിൽ വരെ വർഗീയത ജനിപ്പിക്കുന്ന തരത്തിലാണ് പല ആളുകളും എന്ത് ചെയ്യണത്, കമൻറ്റ് ചെയ്യണത്. ഞാൻ ഉപയോഗിക്കുന്ന ബാസിൽ സമാൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഈ അക്കൗണ്ടിൽ നിന്ന് ഇന്ന് വരെ ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ ഒരു വർഗീയപരമായിട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും, ഇന്ന് ഞാൻ പൂട്ടിക്കെട്ടി പോകും. കമന്റ് കാണിച്ചു തന്നാല് അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ. അതായത് എങ്ങനെ വർഗീയപരമായിട്ട് ആര് ഇട്ടാലും റിമൂവ് ചെയ്യും. കാരണം അത് കാണുന്ന ഒരാൾക്ക് പല ചിന്തകളും ഉണ്ടാവും. ഒരു വർഗീയത ഇല്ലാത്ത ഒരാളും ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോൾ ഇറങ്ങി ചിലപ്പോൾ വരും. കാരണം ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഞാൻ ആരുടെ മുന്നിലും പറയും. അതുകൊണ്ട് കഴിഞ്ഞാല് അതൊരു പ്രയാസം ഉണ്ടാക്കുമോ? ഇല്ല, അത് പ്രയാസമല്ല. എന്റെ ഈ നിലപാടുകൾ പറഞ്ഞതിന്റെ പേരിൽ എന്ത് നെഗറ്റീവ് കമന്റ്സ് വന്നാലും ഒരു പ്രയാസമല്ല. ചിലർ നമുക്ക് ഹെയ്റ്റ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു സംഗതി. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ട്. നമ്മളെ അയൽക്കാരൻ പയ്യെന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് നെയ്ബർഹുഡ്, എന്താ പറയാ, ഫ്രണ്ട്ലി നെയ്ബർഹുഡ്. അപ്പൊ ചിലരെങ്ങനെയാണ്, ചിലർ ഫേസ്. പിന്നെ ചില സംഭവങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ കാണുന്നത് പറയുന്ന ചില പാർട്ട് മാത്രം കട്ട് ചെയ്യും. ഇപ്പൊ ഇതിന്നും ചിലപ്പോൾ സംഭവിച്ചുകൂടാ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന ചില പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ടാണ്. അതായത് ഇതിനായിട്ട് കുറച്ച് സ്ഥാപിത താല്പര്യക്കാരുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞത് മാത്രമാണ്. അതായത് മതവും ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ് ഈ മതം. അത് എല്ലാ മതത്തിലും ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അതേ പറഞ്ഞത് ഇപ്പോൾ പല മതപണ്ഡിതന്മാരെയും കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നെഗറ്റീവ് നമ്മൾ കാണാം. അത് മതത്തെ ചൂഷണം ചെയ്യുന്ന മതപണ്ഡിതന്മാരുണ്ട്. അവർ അതിനിപ്പോൾ ഏറ്റവും അങ്ങനെ അർഹരാണെങ്കിൽ വാങ്ങിക്കോട്ടെ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മതത്തിലില്ലാത്ത സംഭവങ്ങൾ സ്വയം
ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് ഏത് മതമായിക്കോട്ടോ, എല്ലാ മതത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നേരെ മറിച്ച് നമ്മൾ മതത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു സാധനം ഒരു നല്ലത് പറഞ്ഞിരുന്ന ഒരാളെ നമ്മൾ പോയി തെരുവ് വിളിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഞാൻ സിനിമ കാണുന്ന ഒരാളാണ്, എന്നോടൊരു മതപണ്ഡിതൻ പറയുകയാണ് ഇത് നാളെ മുതൽ സിനിമ കാണരുത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ പോയി തെരുവ് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് തെറ്റാണ്. ഞാൻ ചെയ്യേണ്ടതെന്ന് കരുതി ഒരിക്കലും എന്താവണില്ല, ശരിയാവണില്ല. അത് ഞാൻ മനസ്സിലാക്കണം. അത് ഞാൻ ചെയ്യേണ്ടി അതിൻ്റെ തക്കതായ ശിക്ഷ എനിക്ക് കിട്ടുന്നില്ല വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു തെറ്റിൽ നിന്നും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഈ ഒരു തെറ്റിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടാലോ, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലുള്ള പള്ളി കമ്മിറ്റികളൊക്കെ എടുത്തു നോക്കുക. ഈ പള്ളി കമ്മിറ്റികളുടെ ഒക്കെ ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്ന പ്രായ ആളുകൾ ഓരൊക്കെ ചെറുപ്പകാലങ്ങളൊന്ന് പോയി പരിശോധിച്ച് നോക്കുക. എല്ലാവരും 100% പെർഫെക്റ്റ് ആയി നിങ്ങൾ പറയും. അപ്പോൾ അല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് അവരുടെയൊക്കെ ചെറുപ്പകാലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത ആളുകൾ ഇന്ന് വളരെ നല്ല ആളുകളായി കണ്ട്, അതായത് നാടിന് മാതൃക ആയിക്കൊണ്ട് അവർക്ക് വന്നൊരു മാറ്റാണത്. അതായത് അല്ല അല്ല ഞാൻ അല്ല പള്ളി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. പെട്ടെന്ന് ഇപ്പൊ നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ സാധനമാണ്. എല്ലാ മതത്തിലും ഈ പള്ളി കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ എന്താ അറിയോ, അതായത് ഏതൊരാളും മാറും. ഇപ്പോ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞ മക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അവിടെയാണ് നബിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളുമായി പോയ അതേ യാത്രയിൽ തന്നെയാണ് എന്ത് ചെയ്യണത്, ഇസ്ലാം സ്വീകരിച്ചാണ്ട് വിശ്വാസിയായിട്ട് മാറുന്നതും നബിയുടെ അനുയായി മാറണമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ട്. അപ്പം മാറ്റം ആർക്കും എപ്പോഴും വരാം. നമ്മളൊരാളിൽ ഒരു നന്മ ഉണ്ടെങ്കിൽ കാണാം, അല്ലാതെ അയാളെ തിന്മ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അയാളെ ജനങ്ങളുടെ ഇടയിൽ താറടിച്ച് കാണിക്കരുത് എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ബസ്സിൽ പറഞ്ഞാൽ ഭയങ്കര പോയിന്റാണ്. എന്നിലുള്ള തിന്മകൾ നിങ്ങളെ തിന്മകൾ തന്നെയായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്റെ ഫോളോവേഴ്സ് അത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ആദ്യം പറഞ്ഞത് ഇപ്പൊ എന്റെ വീഡിയോസ് നിന്നും എന്റെ പ്രവൃത്തിയിൽ നിന്നും തള്ളേണ്ടത് മുഴുവനും തള്ളണം. ഇത് കാണുന്ന ആളുകള് കൊള്ളേണ്ടത് മാത്രം കൊണ്ടാൽ മതി, മനസ്സിലായോ? കൊള്ളേണ്ടത് മാത്രം കൊള്ള. അപ്പോൾ ഇപ്പം നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നത് അവർക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് തോന്നിയാൽ അപ്പം അവിടെ ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. കാരണം ഇപ്പം ഞാനാണെങ്കിൽ ചെയ്യും. അപ്പൊ അതേമാതിരി ഇത് ഇന്നെ കാണുന്ന ആളുകൾക്കും ചെയ്യാൻ അവകാശമുണ്ട്. ഇപ്പൊ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കണ്ടന്റ് ഒരാൾ ഇങ്ങനെ ചെയ്യുക, അതിന്റെ ഫീഡിൽ ഇങ്ങനെ എപ്പോഴും വരും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. ബാസിലിന്റെ ഡെഫിനേഷനിൽ ബാസിലിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ബാസിലിന്റെ നമസ്കാരം എന്നുള്ളത് ബാസിലിന്റെ ഒരു വാല്യൂയുടെ ഭാഗമാണ്. ബാസിലിന്റെ മതം എന്നുള്ളത് ബാസിലിന്റെ വാല്യൂസ് എന്താണ്? ബാസിലിന് ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര വലിയ വാല്യൂ ആണ് ഓണസ്റ്റി എന്നുള്ളത്. സത്യസന്ധത ഇല്ലാത്ത ഒരാളിൽ എൻ്റെ കൂടെയുള്ള ഒരാളിൽ സത്യസന്ധത ഇല്ലായ്മ കണ്ടു കഴിഞ്ഞാൽ അത് എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അത് അവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ഭയങ്കര എഫക്റ്റ് ചെയ്യും. അതെൻ്റെ ഞാൻ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് ഓണസ്റ്റി. അങ്ങനെ ബാസിൽ വാല്യൂ കൊടുക്കുന്ന, ബാസിൽ പ്രാധാന്യം നൽകുന്ന ലൈഫിൽ ബാസിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ബാസിൽ ആഗ്രഹിക്കുന്ന, അതില്ലാത്ത ആളുകളിൽ നിന്നൊരു അകൽച്ച ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അതായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എടുത്ത് പറയുള്ളത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ഏകദേശം നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ നമ്മളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ആ സർക്കിളിൽ നിൽക്കാൻ പറ്റണത്. പിന്നെ ഞങ്ങൾക്ക് ഇടയിലുണ്ടാകുന്ന പല ചർച്ചകളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാം ചർച്ച ചെയ്യലുണ്ട്. എല്ലാ മേഖലയിലുള്ള കാര്യം ഞങ്ങൾ എന്ത് ചെയ്യലുണ്ട്, ചർച്ച ചെയ്യലുണ്ട്. അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയും, അടുത്ത ആളെ അഭിപ്രായം പറയും. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് പോലെ തന്നെ, പോഡ്കാസ്റ്റ് ആയിട്ട് പുറത്ത് വരുന്നില്ല എന്നുള്ളൂ, ഞങ്ങൾ ചർച്ച ചെയ്യലുണ്ട് എല്ലാ വിഷയം. ഇപ്പോൾ ഒരു ഏതൊരു മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളായാലും ഞങ്ങൾ എന്ത് ചെയ്യലുണ്ട്, ചർച്ച ചെയ്യലുണ്ട്. അതിൽ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകലുണ്ട്. അതായത് എല്ലാവരും ഒരേ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനോ പറയും. അത് ഇപ്പോൾ എന്നെക്കാൾ പ്രായത്തിൽ മൂത്ത ആളായാലും താഴ്ന്ന ആളായാലും അത് നല്ലത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യണം, വേണ്ടേ? അത് അക്സെപ്റ്റ് ചെയ്യണം. അത് നല്ല ഇതാണ്. ഇപ്പൊ എനിക്ക് അതേപോലുള്ള ഒരു ദുശീലാണ് എന്ത്, ഈ നഖം കടിക്കുക. എനിക്ക് പേഴ്സണലി ഒരു ദുശീലാണ് ഈ നഖം കടിക്കുക. എൻ്റെ ഉമ്മ എന്നെ എപ്പോഴും ചീത്ത അറിയുന്ന ഒരു കാര്യമാണത്. അത് അറിയാതെ എൻ്റെ കൈ എന്ത് ചെയ്യും, നഖം അറിയാതെ കടിക്കും. ഇടയ്ക്ക് ഇപ്പോഴും കടിക്കലുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു ദുശീലാണത്. എനിക്കറിയാം ദുശീലാണ്, എനിക്കറിയാം. പക്ഷെ അറിയാതെ ഇങ്ങനെ അപ്പം എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും, ഉമ്മ അങ്ങനെ പറയലുണ്ടല്ലോ. ചിലപ്പോൾ കടിച്ച് കുറച്ച് കഴിഞ്ഞ ഓർമ്മ വരും. അപ്പം അത് വേഗം ചെയ്യും ആ കൈ അങ്ങോട്ട്. അതിപ്പോൾ ആ സാധനം അങ്ങനെ ഇല്ലോണ്ടാണ് ഞാനത് താത്തുന്നത്. അത് കടിക്കാൻ പാടില്ല എന്നുള്ളൊരു അറിവ്. പുതുതായിട്ട് ഒരാൾ വ്ളോഗിങ് തുടങ്ങാന്ന് വിചാരിക്കാം, അപ്പോൾ എന്താണ് ഒരു നിർദ്ദേശം കൊടുക്കുക?
നിർദ്ദേശം ഞാൻ ഇന്ന് മുതൽ വ്ളോഗിങ് തുടങ്ങാൻ അങ്ങനെയാണെങ്കിൽ എന്നോട് എന്താ പറയാ, അതായത് നമ്മൾ എപ്പോഴും നമ്മളായിട്ട് നിൽക്കുക, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉള്ളൊരു കാര്യമാണ് നമ്മളൊരു വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒഫീഷ്യലായിട്ട് സംസാരിക്കുക, അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടി സംസാരിക്കൂലേ, നമ്മളല്ലാതെ ഇങ്ങാണ്ട് ഇങ്ങനെ നിൽക്കൂല. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന രൂപത്തിലാവില്ല ഞാൻ ചിലപ്പോ ക്ലാസ്സിൽ കുട്ടികളോട് സംസാരിക്കാം. അച്ചടി ഭാഷ വേറെയാണ്, സംസാര ഭാഷ വേറെയാണ്. ബുക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വളരെ വ്യക്തമായിട്ട് അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടൊക്കെ കുട്ടികളോട് സംസാരിക്കും. എന്നാൽ പിന്നെ ഞാൻ ചിലപ്പോൾ വേറെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ സംസാരിക്കാൻ നമ്മളെ സാധാ, അപ്പം ഞാൻ മലപ്പുറം ജില്ലയിലാണ് ജീവിക്കണത്. മലപ്പുറത്തിന് ഒരു പ്രാദേശിക ഭാഷ ഉണ്ട് നമ്മളല്ലേ, ഇച്ച് ഇജ്ജ് കജ്ജ് നെജ്ജ് പുജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് അങ്ങനെ തന്നെ പറയും. അത് നമ്മള് വിട്ടിട്ട് അല്ലേ എനിക്ക് നീ എന്നൊക്കെ പറഞ്ഞാല് ഞാനതിൽ ഭയങ്കര ഡിസ്കംഫേർട്ടാണ്, ഇല്ലത് പറയാലോ കഴിയൂല. അപ്പൊ ഞാനതിൽ ഭയങ്കര എന്താണ് ഡിസ്കംഫേർട്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും എന്താ ചെയ്യാ നമ്മളായിരിക്കും. പിന്നെ എനിക്ക് പല സമയത്ത് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ, അതായത് കുറച്ചൊക്കെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെടുത്ത് ഇപ്പൊ എന്തെങ്കിലും കാരണവശാലൊക്കെ എനിക്ക് പോകേണ്ടി വന്നാല് അവിടെ എനിക്കൊരു ഭയങ്കര ഡിസ്കംഫേർട്ട് വരലുണ്ട്. അത് ഞാൻ ഒരിക്കലും ആ പൊസിഷനിൽ നിൽക്കുന്ന ആളെ കുറ്റം പറയല്ല കേട്ടോ. അത് അതായത് അവിടെ ചിലപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന്റെ രീതി ചിലപ്പോൾ വേറെ രീതിയൊക്കെ. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അൺകംഫർട്ടബിൾ. അപ്പൊ ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഇപ്പൊ എന്റെ കൂട്ടുകാരോടെല്ലാം അപ്പൊ ഹനാനോടൊക്കെ ഞാൻ പറയലുണ്ട്. അപ്പൊ ഹനാനോടൊക്കെ എന്താ പറയുക വെച്ചാൽ പല സമയത്ത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ വെച്ചിട്ട് കുറച്ചൊക്കെ ഹയർ പൊസിഷനിൽ നിൽക്കണം, നമ്മളെ സമൂഹത്തിൽ പൊസിഷനൊക്കെ നമ്മൾ കൊടുക്കണമാണല്ലോ അല്ലേ ഓരോരുത്തർക്ക്. അപ്പോൾ അങ്ങനെ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളടുത്ത് പോകുമ്പോഴൊക്കെ അപ്പോൾ ഞാനോട് പറഞ്ഞു ഇന്ന പറ്റാത്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇന്നെ അങ്ങോട്ട് കൊണ്ടുവരുത്തിട്ട് ഞാൻ പറയലുണ്ട്. അതിന് പറ്റുന്ന ആളുകളായിട്ട് പോകണം. ഇപ്പൊ ഇന്ന പറ്റാത്ത സ്ഥലത്തേക്ക് ഇന്നെ കൊണ്ടുപോകരുത്. അത് എനിക്കും ഭയങ്കര ഡിസ്കംഫർട്ടാണ്, ഓർക്ക് ചിലപ്പോൾ അതിലാണ് ഡിസ്കംഫർട്ട് ആയി. കാരണം ചിലപ്പോൾ ഞാൻ എന്റെ രീതിയിൽ സംസാരിക്കണ ഓർക്ക് ഇഷ്ടപ്പെടൂല, അല്ലെങ്കിൽ മിണ്ടാകുന്നാലും ഓർക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മൾ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രം. തിരിച്ച് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടി കിടക്കണം. ബാസിലെ എത്താണ് എൻ്റെ വാല്യൂസ്, എൻ്റെ എനിക്കതാണ് കംഫേർട്ട്, എൻ്റെ അടുത്ത് കാണുന്ന ഒരു ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ ഫ്രണ്ട് പിയർ ഗ്രൂപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ വാല്യൂസ് ഇല്ല. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് എടുത്ത് പറയാനുള്ള തന്നെയാണ്, അതായത് പിന്നെ ഈ ഒരു ലഹരിയുടെ ഉപയോഗം അത് ഭയങ്കര ഇതാണ്. അപ്പോൾ അത് ആരും ചെയ്യരുത് എന്നുള്ളത് നമ്മളെ ഒരു ടീമിൽ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. അതായത് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉള്ളത് നമ്മൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ട്, അതായത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നിലമ്പൂർ നഗരസഭയിൽ വെച്ചിട്ട്. അധ്യാപകർ, പിന്നെ അതേപോലെ പിന്നെ പള്ളിയുടെ ആളുകൾ, പോലീസുകാർ, ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ചർച്ച ഇതായിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അതേപോലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയും ഒക്കെ കൂടെ നടത്തിയൊരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഈ ഒരു ലഹരിൻ്റെ ഒരു പ്രശ്നം ഇനിയിപ്പോൾ അടുത്ത അക്കാഡമിക് ഇയർ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അന്നൊക്കെ എല്ലാ ഒരുക്കങ്ങൾ നമ്മളിപ്പോൾ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ആ മീറ്റിങ്ങിൻ്റെ അജണ്ട ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഉൾത്തിരിഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചർച്ചകളുണ്ട്. അതായത് കുട്ടികൾ ഇപ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവരും അവിടെ പങ്കുവെച്ചത്. എല്ലാവരും പണ്ട് നമ്മളെ ചെറുപ്പകാലൊക്കെ നമ്മൾ താരതമ്യം ചെയ്യാം, കൊടുക്കണേ. അതായത് പിന്നെന്താ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് എനിക്കെന്നെ നേരിട്ടുള്ള അനുഭവമാണ്, എൻ്റെ കുട്ടി അത് ചെയ്യൂല, എൻ്റെ കുട്ടി അത് ചെയ്യൂല. ഈ ഒരു സാധനം, ഈ ഒരു സ്ഥിരം പല്ലവി എന്ന് രക്ഷിതാക്കൾ അവസാനിപ്പിക്കുന്നുണ്ടോ ആ കുട്ടി നല്ല രീതിയിലാവും. അല്ലേ, അതായത് ഇപ്പൊ അവർ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്, അതിന് രക്ഷിതാവ് ഈ രീതിയിൽ, അതായത് ഒരു ഭയങ്കരമായിട്ട് തെറ്റിന് പോലും ന്യായീകരിക്കുക. ഒരു ഫോണായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഒരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഒരു സിഗരറ്റിൻ്റെ കുറ്റി പിടിച്ച്, UP പഠിക്കണ കുട്ടിയാണ്, സിഗരറ്റിൻ്റെ കുറ്റി അപകടം തന്നെയല്ലേ. UP പഠിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് സിഗരറ്റിൻ്റെ കുറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അധ്യാപകൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അധ്യാപകൻ എന്താ ചെയ്യേണ്ടത്? രക്ഷിതാവിനോട് ഈ വിവരം അറിയിക്കല്ലോ വേണ്ടത്. അപ്പോൾ രക്ഷിതാവ് പറയുന്ന മറുപടി, അവിടെ സ്കൂളിൽ വന്നിട്ട് HMനോട് പറയുന്ന മറുപടി, ഒരു സിഗരറ്റിൻ്റെ കുറ്റിയല്ല ടീച്ചറെ, നിങ്ങൾ ഇത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ കുട്ടി നാളെ ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകളിൽ പോലെ ഒരു കുട്ടിയായി മാറിയാൽ ആ രക്ഷിതാവിന് എന്ത് വോയിസാണ് ആ കുട്ടീനോട് പിന്നെ അപ്പം തിരിച്ച് മറുപടി ആയിട്ട് പറയാനുണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് നിയന്ത്രിക്കേണ്ട സ്ഥലത്ത് നിയന്ത്രിക്കേണ്ട വേണം.
ന്യൂജൻ പാരന്റിന്റെ പേരിൽ അതെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ അപ്പൊ ആ പോലീസ് പാരന്റ്സിനോടുള്ള അഡ്വൈസ് ടീച്ചർ എന്ന നിലക്ക് ഒരു കുട്ടികളോടുള്ള ഇപ്പൊ ഇനിയിപ്പോ പുതിയ തലം അതിലേക്ക് പ്രവേശിക്കണമെന്നായിരിക്കുന്നു. ഇവിടെ ദ ബിഗിനിങ് ദ സ്പാർക്ക്, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ട് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ബാസിൽ വ്ളോഗർ ആയത്, ഈ വ്ളോഗിങ്ങിന് ഇനി പുതുതായിട്ട് വരുന്നവർക്ക് എന്താണ് കൊടുക്കാനുള്ളത്? കുറെ വൈഡ് ടോപ്പിക്കുകൾ നമുക്ക് തരാം. ഇനി അടുത്ത സിറ്റിംഗിൽ നമുക്ക് അടുത്ത ഈ ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ യാത്ര ആ മേഖലയിലേക്ക് കയറാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൺക്ലൂഷനിലേക്ക് പോവാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞിട്ട് ഇവിടെ ഈ വാല്യൂ എന്ന് പറഞ്ഞത് നിങ്ങൾ ചോദിച്ചില്ല ഒരു സാധനത്താണ്. അതായത് മാക്സിമം നമ്മളെ വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ച് മറ്റുള്ളവൻ്റെ വിശ്വാസം, അതായത് നമ്മളെ സഹോദര മതസ്ഥൻ്റെ വിശ്വാസമൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെ രാജ്യത്തിനും സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ആർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ മാക്സിമം കഴിയുമെങ്കിലും എന്ത് ചെയ്യുക, ജീവിച്ച് മരിക്കുക. നമ്മൾ മരിക്കണ സമയത്ത് നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവശേഷിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വൈഡായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തായിരുന്നാലും ഇത് കോണ്ടന്റ് ക്രിയേഷൻ്റെ കാലമാണ്, വലിയ സാധ്യതകളാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ എവിടെ ആയിരുന്നാലും ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളായിരിക്കുക, അതാണ് ഈ ഒരു ചർച്ച. ഇപ്പോൾ ഈ ഇവിടെയുള്ള സംസാരം പോലും ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വൈസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. നമ്മൾക്കറിയാം എല്ലാവരും വാല്യൂ സെൻട്രിക് ആയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവർ മൊറാലിറ്റി ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലെത്തിയാലും ഏത് ഉയരത്തിലെത്തിയാലും മുറുകെ പിടിക്കണം എന്നാണ് ഏത് പാരൻസും ആഗ്രഹിക്കുന്നത്. അതിന് പറ്റിയൊരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് വയനാടിൻ്റെ എല്ലാ കാലാവസ്ഥയും ആസ്വദിച്ച് എല്ലാവിധ ഫെസിലിറ്റീസും പുതിയ ആധുനിക കാലത്ത് പലപ്പോഴും ട്രഡീഷണൽ മെത്തേഡുകളൊക്കെ ഔട്ട്ഡേറ്റ് ആയ കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതിനപ്പുറം പുതിയ സാധ്യതകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താ പറയുക ഓണർപ്രണർഷിപ്പ് പഠിക്കാം. അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ബോയ്സിനും അതുപോലെ തന്നെ ഗേൾസിനുള്ള റെസിഡൻഷ്യൽ സൗകര്യങ്ങളുണ്ട്. ഏറ്റവും മികച്ച സൗകര്യത്തിൽ തന്നെയാണ് അതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥാപനമാണ് നമ്മൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്പർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എൻഡ് ചെയ്യാം. താങ്ക് യു ബാസിൽ.